കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാറ് കയറ്റി കൊന്ന സംഭവത്തിൽ പ്രതികൾ റിമാൻഡിലായി. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു. മൈനാഗപ്പള്ളിയിൽ നിന്നും അരുൺ രാജ് നമുക്കൊപ്പം ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. 14 ദിവസത്തേക്കാണ് ഈ ഡോക്ടർ ശ്രീകുട്ടിയെയും അതുപോലെ അജ്മലിനെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അരുൺ രാജ്, എപ്പോഴാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് വന്നത്? എന്താണ് തീരുമാനം? പ്രതികളെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞോ? തീർച്ചയായും എസ് അല്പസമയം മുമ്പാണ് ഈ മജിസ്ട്രേറ്റ് മുമ്പാകെ ഈ പ്രതികളെ ഹാജരാക്കിയത്. മജിസ്ട്രേറ്റ് മുമ്പായി ഹാജരാക്കി പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതരമായ പരാമർശം പ്രതികൾക്കെതിരെ ഉള്ളത്. ബോധപൂർവമായി ഈ യുവതി വാഹനത്തിനടിയിൽ ഉണ്ട് എന്നറിഞ്ഞിട്ടും ബോധപൂർവമായി യുവതിയുടെ ശരീരത്തിലൂടെ ഈ വാഹനം കയറ്റിയിറക്കി ഈ പ്രതികൾ എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് സൂചിപ്പിക്കുന്നത്. ഡോക്ടർ ശ്രീകുട്ടി ഈ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം അജ്മലിന് നൽകിയെന്ന പരാമർശം കൂടി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 14 ദിവസത്തേക്ക് 1ഉം 2ഉം പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും റിമാൻഡ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്യാൻ ഉള്ള തീരുമാനം ഇപ്പോൾ മജിസ്ട്രേറ്റ് കൈക്കൊണ്ടിട്ടുള്ളത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് ഇരുവരെയും മാറ്റുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് ശാസ്താംകോട്ട പോലീസ് പ്രതികളുമായി യാത്ര തിരിക്കും. ശാസ്താംകോട്ട മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള മജിസ്ട്രേറ്റിലാണ് ഇന്ന് ഇപ്പോൾ പ്രതികളെ ഹാജരാക്കിയത്. പ്രതികൾക്കായി അഭിഭാഷകർ ഹാജരായെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ശേഖരിച്ച തെളിവുകൾ അത് ശക്തമായി നിലനിൽക്കുന്നതാണെന്ന് മജിസ്ട്രേറ്റ് നിരീക്ഷണം നടത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കട്ടത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ല. പ്രതികൾ ചെയ്തിരിക്കുന്നത് വളരെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന നിലപാട് മജിസ്ട്രേറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഓക്കെ, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 പ്രതികളും റിമാൻഡിലായി. അവരെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞു. 2 ആഴ്ച കാലാവധിയുണ്ട് റിമാൻഡിന്.